Okay. Circuit containing resistor only. അപ്പോൾ നമ്മൾ ഇത് റെസിസ്റ്ററാണ്, ഇത് ഓൾട്ടർനേറ്റിംഗ് ഇ എം എഫ് ആണ് ഇവിടെ കൊടുക്കുന്നത്. ഇവിടെ കൊടുക്കുന്ന ഓൾട്ടർനേറ്റിംഗ് ഇ എം എഫ് എന്ന് പറയുന്നത് E = E0 സൈൻ ഒമേഗ ടി. അപ്പോൾ അതിൻ്റെ ആംഗുലാർ സെപ്പറേഷൻ എന്ന് പറയുന്നത് ഒമേഗ സൈൻ ഒമേഗ ടി ആണ്. അത് നമുക്കതൊരു ഗ്രാഫിലേക്ക് വരച്ചു കഴിഞ്ഞാൽ ഇത് ഇമാജിനറി ആക്സിസ്, ഇത് റിയൽ ആക്സിസ്. നമുക്കൊരു ഗ്രാഫ് വരച്ചാൽ നമുക്കിങ്ങനെ വരയ്ക്കാൻ പറ്റും. ഇതാണ് ആംഗിൾ, അതാണ് ഒമേഗ ടി. ഓക്കെ, ഇതാണ് ഇ എന്ന് പറയുന്ന ഫംഗ്ഷൻ. അതിൻ്റെ ഗ്രാഫ് ഫേസർ ഡയഗ്രാം വരച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. റിയൽ ആക്സിസും ഇമാജിനറി ആക്സിസും എടുത്ത് വരച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. അപ്പം ഇതിവിടെ കടന്നു പോകുമ്പോഴത്തേക്ക് കറണ്ട് ഉണ്ടാവും. കറണ്ട് ഉണ്ടാവുന്നത് എങ്ങനെയാണ്? കറണ്ട് എന്ന് പറയുന്നത് നമുക്കറിയാം, നമുക്ക് നേരത്തെ പഠിച്ചിട്ടുണ്ട്. I = V/R അല്ലേ? അത് നമുക്ക് വിക്ക് പകരം ഇവിടെ ഓൾട്ടർനേറ്റിംഗ് ഇ എം എഫ് ആണ്. അപ്പോൾ I = E/R. ഇ എന്ന് പറയുന്നത് E0 സൈൻ ഒമേഗ ടി /R. സൈൻ ഫംഗ്ഷനിൽ ആർ ഒന്നും ചെയ്യാനില്ല, അതുകൊണ്ട് E0/R ഇൻറ്റു സൈൻ ഒമേഗ ടി. എന്ന് നമുക്കിങ്ങനെ എഴുതാം, ദാറ്റ് ഈസ് I0 ഇൻറ്റു സൈൻ ഒമേഗ ടി. I0 എന്ന് പറയുന്നത് E0യെ R കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. അപ്പോൾ I0 എന്ന് പറയുന്നത് E0യെക്കാട്ടിയും കുറവായിരിക്കും. പക്ഷേ അതിൻ്റെ ഫേസ് നോക്കിക്കഴിഞ്ഞാൽ സെയിം തന്നെയാണ്. I = I0 സൈൻ ഒമേഗ ടി, E = E0 സൈൻ ഒമേഗ ടി, I = I0 സൈൻ ഒമേഗ ടി. I0 എന്ന് പറയുന്നത് E0യെക്കാട്ടിയും കുറവായിരിക്കും, കാരണം E0 എന്ന് പറയുന്നതിൻ്റെ ആംപ്ലിറ്റ്യൂഡാണ്. I0 എന്ന് പറയുമ്പോൾ ആംപ്ലിറ്റ്യൂഡിന് റെസിസ്റ്റൻസ് കൊണ്ട് വായിക്കുമ്പോൾ കിട്ടുന്നതാണ്. അതാണ് കറണ്ട് I0 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ ഫേസർ ഡയഗ്രത്തിലേക്ക് വരയ്ക്കുമ്പോൾ ഫേസ് സെയിം ആയിരിക്കും, പക്ഷേ I0 ഇതാണ് I0, ഇതാണ് I. നേരത്തെ കണ്ടതുപോലെ ഇതാണ് I എന്ന് പറയുന്നത് ഇയെക്കാട്ടിയും കുറവായിരിക്കും. ഓക്കെ, ഇതാണ് അതിൻ്റെ ഫേസ് ഡയഗ്രാം. ഫേസിൽ മാറ്റമൊന്നും ഉണ്ടാകുന്നില്ല. ഇതാണ് റെസിസ്റ്റർ മാത്രം AC സർക്യൂട്ടിൽ കണക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കറണ്ടിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് I = I0 സൈൻ ഒമേഗ ടി. ഓക്കെ.